എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, ഒരു കിടക്കാച്ചി പ്ലേസിലോട്ടാണ്. അതാണ് ടോബർമോറി ഐലൻഡിലോട്ട്. നമ്മൾ കാറ് അവരുടെ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രൂസിൽ കയറി ഐലൻഡിലോട്ടാണ് പോകുന്നത്. ഈ തൊപ്പിയിട്ട പുള്ളിക്കാരൻ കണ്ടോ, ഈ ക്രൂസിലത്തെ ഹോസ്റ്റ് ആണ്. ആ പുള്ളിക്കാരൻ ഈ പണ്ടെങ്ങാണ്ടോ മുങ്ങിപ്പോയ ക്രൂസിനെ കുറിച്ചും കുറെ ഹിസ്റ്ററിയും പിന്നെ ലൈറ്റ് ഹൗസിനെ കുറിച്ച് ഹിസ്റ്ററി അങ്ങനെയൊക്കെ എന്തൊക്കെയോ കുറെ പറയണ്ടായിരുന്നു. പിന്നെ പണ്ടേ നമ്മൾക്ക് ഹിസ്റ്ററിയിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ശ്രദ്ധിച്ചില്ല. നമ്മൾ ഈ കണ്ട് ഭംഗിയൊക്കെ ആസ്വദിച്ചു വരായിരുന്നു. അപ്പോ ഈ ക്രൂസിൽ ഈ ഐലൻഡിലോട്ട് പോണ മുമ്പിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കരുതണം. വെള്ളം, ഫുഡും ഇതൊക്കെ കരുതി കഴിഞ്ഞാൽ നമുക്ക് നല്ലത്. കാരണം അവിടെ ഒരു ക്രൂസിൽ ആ ഏരിയയിൽ ഐലൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനം പോലും കിട്ടില്ല. വെറും വെള്ളം മാത്രം, ചുറ്റും വെള്ളം, നടുക്കാണ് ഒരു ഐലൻഡ്. അതുകൊണ്ട് നമുക്കൊരു സാധനം പോലും കിട്ടില്ല. അങ്ങനെ ഇത് കണ്ടോ, ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? പച്ച വെള്ളത്തിനൊക്കെ നല്ല ഗ്രീൻ കളറാ. നല്ല രസമാണ് കാണാനായിട്ട്. നിറയെ ടൂറിസ്റ്റ് എല്ലാം അട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഇത്, ടോബർമോറി. അപ്പൊ ലൈഫിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ബ്രേക്ക് എടുക്കണം. എന്നാലല്ലേ ലൈഫ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്രഷ് ഫീൽ വരുള്ളൂ. നമ്മളെല്ലാവരും അത് ലൈഫിൽ ഇച്ചിരിയൊക്കെ ബ്രേക്ക് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ പ്ലേസിൽ പോകണം. അങ്ങനെ നമ്മൾ ഐലൻഡിൽ എത്തി. പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്തു. ബ്യൂട്ടിഫുൾ പ്ലേസസ് ഒക്കെ കണ്ടപ്പോ അങ്ങനെ പിന്നെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ നടക്കാൻ തുടങ്ങി. ഞാനൊന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുള്ളിക്കാരി ഞങ്ങളോട് പറഞ്ഞു, മക്കളെ എങ്ങോട്ടാ ഈ സ്ട്രോളറും കൊണ്ട് കൊച്ചിനെയും തള്ളിക്കൊണ്ട് പോണേ? ഈ കുന്നും മേലൊക്കെയാണ്, ഈ സ്ട്രോളർ അങ്ങോട്ടൊന്നും പോവില്ല. അപ്പൊ കൊച്ചിനെ കയ്യിലെടുത്തോളൂ, ആ സ്ട്രോളർ അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ അവിടെ എവിടെയെങ്കിലും സ്ട്രോളർ നമ്മളുടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കൊച്ചിനെ കയ്യിലെടുത്ത് ഇങ്ങനെ നടന്നു പോയി. നമ്മളുടെ കൂട്ടത്തിൽ കുറെ പേരുള്ളതുകൊണ്ട് കൊച്ചിനെ മാറി മാറി എടുക്കാനായിട്ട് ഉണ്ടായി ഹെൽപ്പ്. അങ്ങനെ നമ്മൾ കുറേ നടന്നു. നടത്തം എന്ന് പറഞ്ഞാൽ പോരാ, 1.5 നടത്തായിപ്പോയി. ഈശ്വരാ, ഒരു 5-8 കിലോമീറ്ററോളം നടന്നു. ഒരു നല്ല ബ്യൂട്ടിഫുൾ വ്യൂ കിട്ടും അറ്റത്ത് നല്ല പോയി കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ നടന്നു. അങ്ങ് നടന്ന് പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചും നടത്തം തുടങ്ങി. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഏരിയയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം കുറേ പാമ്പുകൾ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല എന്ന് പറയില്ലേ, അതന്നെ സംഭവം. കാരണം കുറേ പാമ്പുകൾ ഉണ്ടാവും. പിന്നെ ഉച്ചയായതുകൊണ്ട് അങ്ങനെയൊന്നും പുറത്തൊന്നും കാണില്ല. 1-2 കണ്ട്. പിന്നെ കേവ്സിൽ പോയി കഴിഞ്ഞാൽ കുറെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് അത്ര മനക്കെട്ടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ കേവ്സിലൊന്നും പോയില്ല. കേവ്സിൽ നിറയെ പാമ്പുണ്ടെന്നാ കേട്ടെ. അപ്പൊ ഇവിടെ ഞങ്ങൾ കുറച്ച് 2-3 പാമ്പൊക്കെ കണ്ടു പോകുന്ന വഴിയിലൊക്കെ. ഇത് കണ്ടോ, ഈ സംഭവമാണ് ഞങ്ങൾ കണ്ടത്. അങ്ങനെ ബ്യൂട്ടിഫുൾ പ്ലേസ് കണ്ടു. ഞങ്ങൾ നിർത്തി കുറെ ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്തു. ഇതാണ് ഫ്ലവർ പോട്ട് ഷേപ്പിലുള്ള റോക്ക്. ഇതിന്റെ താഴെ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. അങ്ങനെ എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ അടിപൊളി ഫോട്ടോസ് കുറെ ചറ വരാന്ന് ഞങ്ങൾ അങ്ങനെ എടുത്ത്. അപ്പൊ പിന്നെ ടാറ്റാ, ബൈ ബൈ, സീ യു.